അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് 3-ാം ക്ലാസ്സുകാർക്ക് താരീഖാണ് വിഷയം. ഒന്നാമത്തെ ചോദ്യം, ശരിക്ക് ശരിയെന്നും തെറ്റിന് തെറ്റെന്നും അടയാളപ്പെടുത്താം. ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം, അതിൽ നേരെ മദീന എന്ന് കൊടുത്തിട്ടുണ്ട്. അബവാ, അതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, അതിൽ രണ്ടിലും അടയാളപ്പെടുത്തുക. ഉമ്മ മരണപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സ്, മരണപ്പെടുമ്പോൾ ആമിന ബീവിയുടെ വയസ്സ്, നബി തങ്ങൾ നീന്തൽ പഠിച്ച സ്ഥലം, മക്കയുടെ മറ്റൊരു പേര്. ഈ സെൻറ്റൻസുകളുടെ നേരെ ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളപ്പെടുത്തുക, തെറ്റായ ഉത്തരത്തിന് നേരെ തെറ്റ് അടയാളപ്പെടുത്തുക. വളരെ സിമ്പിൾ ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, യോജിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗോത്രം, നബി തങ്ങളുടെ കുടുംബം, ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ കുടുംബം, ആമിന ബിയുടെ കുടുംബം. ഈ സെൻറ്റൻസുകൾക്കുള്ള ഉത്തരം ഈ ബോക്സിലുണ്ട്. അത് കൃത്യമായി വായിച്ച് ഇങ്ങോട്ട് എഴുതുക. അടുത്തത് മൂന്നാമത്തത്, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തെഴുതാം. മദീനയിലേക്കുള്ള യാത്രയിൽ ആമിന ബീവിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹായി ആരാണ്? ഹലീമ ബീവി, ഉമ്മു ഐമൻ. ഇതിലേതാണ് ശരി ഉത്തരം? കൃത്യമായിട്ട് എഴുതി. അതുപോലെ തന്നെ 2 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുലപ്പാൽ നൽകി. ആരാണ് മുലപ്പാൽ നൽകിയത്? ആമിന ബീവി, ഹലീമ ബീവി. അത് ശരി ഉത്തരം എടുത്തെഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് ഡാഷ് മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു. എത്ര മാസം മുമ്പാണ്? 6 മാസം മുമ്പാണോ 7 മാസം മുമ്പാണോ? ശരി ഉത്തരം എഴുതുക. ഹാജറാബിയുടെ മകൻ ഡാഷ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം. ശരി ഉത്തരം എഴുതുക. സൗദി അറേബ്യയിലെ പരിപാവനമായ നഗരമാണ് ജിദ്ദ, മക്ക. ശരി ഉത്തരം കൃത്യമായിട്ട് എഴുതുക. അടുത്ത് പിതാവിൻ്റെ പേരെഴുതാം. ആമിന ബീവിയുടെ, നബി തങ്ങളുടെ. അടുത്ത ഉത്തരം എഴുതാം. മാ സംസം ഉറവയെടുത്തത് എവിടെ നിന്ന്? ലംറത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചു എങ്ങനെ? ആമിന ബീവി മോനെയും കൂട്ടി മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആ യാത്രയുടെ ലക്ഷ്യമെന്താണ്? നബി തങ്ങളെ പ്രസവിച്ച കാലത്ത് മക്കയിൽ ഒരു പതിവായിരുന്നു എന്ത്? ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ എഴുതുക. അടുത്ത പിതാമഹൻ അബ്ദുൽ മുത്തലിബ് ചെയ്തത് എന്താണെന്ന് എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോൾ, നബിയെ പ്രസവിച്ചപ്പോൾ പിതാമഹൻ എന്താ ചെയ്തത്? കുഞ്ഞ് പിറന്ന ഉടനെ എന്താണ് ചെയ്തത്? 7-ാം ദിവസത്തിൽ എന്താണ് ചെയ്തത്? ഇവിടെ ഇത്. പിന്നെ പൂരിപ്പിക്കുക. ഇവിടെ കൃത്യമായിട്ട് സെൻറ്റൻസ് വായിക്കുക, പൂരിപ്പിക്കുക. അടുത്തത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. അള്ളാഹുവിനെ ആരാധിക്കാൻ സ്ഥാപിക്കപ്പെട്ട ആദ്യ ഭവനം, ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമാരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വർഷം ഏത്? ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മക്കളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആരെ? തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും.